ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പല ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ നമ്മൾ അറിയാതെ ഡീമോട്ടിവേഷൻ എന്താണെന്ന് അറിയാമല്ലോ. പല ആൾക്കാരും പറഞ്ഞേക്കാമല്ലോ എന്താണെന്ന് അറിയാമല്ലോ, ഒരു സുഖമില്ല. അത് മിക്കവാറും പല ആൾക്കാരും നമ്മൾ പറഞ്ഞ് തന്നെ സുഖമില്ലാത്ത അവസ്ഥ എത്തിക്കും. അതായത് ചില ആൾക്കാർ, പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടില്ല, വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. അപ്പോൾ ചിന്തിച്ചാൽ കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചില സമയങ്ങൾ പല ആൾക്കാരുടെയും ധാരണ, അവരൊക്കെ വലിയ ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവരെപ്പോഴും നമ്മളിപ്പം സ്ക്രീനിലൊക്കെ കാണുന്ന സെലിബ്രിറ്റീസ്, മോഹൻലാൽ, മമ്മൂട്ടി, അല്ല ഇതുപോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വലിയ ഫിലിം സ്റ്റാർസ്, അല്ലെ ബിസിനസ്സിൽ തിളങ്ങി നിൽക്കുന്ന അംബാനിയും അദാനിയും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന, ലീഡർഷിപ്പിൽ നിൽക്കുന്ന പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഇതുപോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട്, കാരണം അവരുടെ പ്രൊഫഷനിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരുടെ പ്രൊഫഷണൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ കലാരംഗത്തോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ കാണുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നമ്മൾ പല ആൾക്കാരുടെയും ധാരണ ഇവരൊക്കെ അത്രയും വിജയിച്ച് നിൽക്കുന്നുണ്ട്, അവരേറ്റവും 24 hours ഭയങ്കര ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ലെവലിലും എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും, എത്ര ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരും ഏത് ലെവലിലും ഡീമോട്ടിവേഷൻ ഉണ്ടാവാറുണ്ട്. അല്ലാതെ അവരെപ്പോഴും ഇങ്ങനെ പീക്ക് ആയിട്ട് മാത്രമല്ല നിൽക്കുന്നത്, എല്ലാ ലെവലിലും അപ്സ് ആൻഡ് ഡൗൺസും നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരോടും അടുത്ത് ഇടപെടുമ്പം അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസും മൈൻഡിൽ സംഭവിക്കാറുണ്ട്, ഡീമോട്ടിവേഷൻ സംഭവിക്കാറുണ്ട്. പക്ഷേ അവർ ഡീമോട്ടിവേഷൻ സംഭവിച്ചാലുള്ള അപകടം അവർക്കറിയാവുന്നത്, കാരണം അവർക്ക് അതിനുള്ള സ്കോപ്പില്ല. സാധാരണ ഒരാളെപ്പോലെയല്ല, അവരെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. അത് ടോട്ടൽ അവരുടെ കരിയറിനെയും ബാക്കിയുള്ള ഒത്തിരി ആൾക്കാരുടെ ജീവിതങ്ങളെ ബാധിക്കുന്നൊരു സാധനമായതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള മെക്കാനിസംസ് അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേ മതിയാവുള്ളൂ എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട്, ഡെലിബറേറ്റ് ആയിട്ട് അവർ എഫേർട്ട് എടുത്ത് അവർ തിരിച്ച് വരാനുള്ള മെക്കാനിസംസ് സ്വന്തമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാവുന്നതാണ്, ചില സമയത്ത് നമ്മൾ ഡൗൺ ആകുന്ന സമയമുണ്ടെങ്കിൽ അവനവൻ തന്നെ നമ്മൾ തന്നെ അതിനുള്ള വേ ഔട്ട് കണ്ടെത്തിയേ മതിയാവുള്ളൂ. ചില ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഹൈ എനർജിയിലുള്ള ആൾക്കാരുടെ കൂടുതൽ അടുത്തിടപെടുന്നതായിരിക്കാം, അങ്ങനെയുള്ള ഒരാളെ ഫോൺ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് സെയിൽസ് ചിലപ്പോൾ കുറവാണെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന ആളെ ഫോൺ ചെയ്തൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതേമായിട്ട് വൈകുന്നേരം ഒന്നിച്ചിരുന്നൊരു കോഫി കഴിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എനർജി, ഒരുപക്ഷെ നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിലും വേറൊരാൾ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, മാർക്കറ്റ് നടക്കുന്നുണ്ട് കാര്യങ്ങൾ, നമുക്കെന്തോ സംഭവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളും വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും, അവർ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്താൽ മതി, അല്ലെ അവരെ പോലെ കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്താൽ മതി എന്നായിരിക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരിച്ച് നമുക്ക് എനർജി ക്യാരി ചെയ്ത് പോകാൻ പറ്റും. ഒരു ദിവസം പോലും അല്ലെ ഒരു സെക്കൻഡ് പോലും നമ്മൾ ഡൗൺ ആയിട്ട് തിരിച്ചു വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ അതിനുള്ള മെക്കാനിസംസ് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവർക്ക് വീണ്ടും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ തന്നെ അതിന് മാർഗ്ഗം കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞു. അത് ചിലപ്പോൾ നന്നായിട്ട് എനർജിയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു യാത്ര പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഫ്രഷായിട്ട് മൈൻഡ് വീണ്ടും സെറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും അതിനുള്ള മെക്കാനിസംസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമുക്ക് ഏതാണ് സൂട്ടബിൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡിന് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക. വീണ്ടും നമ്മൾ തിരിച്ച് ആക്ടിവിറ്റിയിലേക്ക് വരിക. ആക്ഷന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നുമില്ല, നമ്മൾ ആക്ഷനിലേക്ക് വരിക, അതാണ് ഏറ്റവും പ്രധാനം. ഇനാക്ടിവിറ്റി ലീഡ്സ് ടു നെഗറ്റിവിറ്റി എന്ന് പറയും. അതായത് ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡൗൺ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഡൗൺ ആയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പോൾ ആക്ഷന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നുമില്ല. അപ്പം ഓൾ ദ ടൈം, കാരണം അതിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓൾ ദ ടൈം ബി ഇൻ ആക്ഷൻ, അതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാ ലെവലിലും ഉണ്ടാകുന്നതാണ്. അതിനുള്ള മെക്കാനിസം നമ്മൾ തന്നെ കണ്ടെത്തണം. എന്ത് ചെയ്താലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ തന്നെ അതിനുള്ള മാർഗ്ഗം കണ്ടെത്തുക. ഒരു കാരണവശാലും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്കോപ്പും നമുക്കില്ല. ഓക്കെ, താങ്ക് യു.